ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ വിവാഹം തടസ്സമില്ലാതെ നടത്താൻ അവസരം ഉണ്ടാക്കിയവർക്ക് അവനെ കൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം കൊടുപ്പിക്കുക അല്ലേ? അതെ അതെ, ഒരു ദക്ഷിണ പോലെ അവൻ തന്നെ ഇത് കൊടുക്കട്ടെ. ദൈവങ്ങളെ കൂടെ നിൽക്കൂ. ദേവതകൾ തീരുമാനിക്കുന്നു, നമ്മൾ കാണികളാവുന്നു, അത്രയേ ഉള്ളൂ. കുട്ടി ഇങ്ങോട്ട് വരിക. എല്ലാം മംഗളമായി കലാശിച്ചു. നാഗദേവത പ്രസാദിച്ചിരിക്കുന്നു. കുട്ടി ആ കുടത്തിന്റെ വാ മൂടി കെട്ടിക്കൊള്ളു. ഇത്രയും ചെറിയൊരു പെൺകുട്ടി കളം വരയ്ക്കാൻ എത്തിയപ്പോ ഒട്ടൊരു സംശയത്തോടെ എല്ലാവരും കണ്ടത്. പക്ഷേ ഭംഗിയായി മോളത് പൂർത്തിയാക്കി. അതുമാത്രമല്ല, തറവാടിന്റെ വകയായി വലിയൊരു സമ്മാനം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുമേനി, കുട്ടിക്കിനി വിശ്രമിക്കാമല്ലോ അല്ലേ? എല്ലാം സമംഗളം പര്യവസാനിച്ചിരിക്കുന്നു. കുട്ടി പോയി കുളിച്ചോളൂ. മോളെ ഗാദേ, നിന്റെ ഒരുക്കം കണ്ടിട്ട് നിശ്ചയം വിവാഹം ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഇന്ന് തന്നെ കഴിയും തോന്നല്ലോ. ഒന്ന് പോടി അവിടുന്ന്. അല്ല, മോതിരം അണിയിച്ചതിന് ശേഷം തമ്മി കാണുന്നു പറഞ്ഞിട്ട് ഇത് മോശമായി പോയിട്ടോ. കാണണം സംസാരിക്കണം എന്നൊക്കെ നവീൻ പറയുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ്, അതിനുള്ളിൽ ഞാൻ ഇങ്ങ് തിരിച്ചെത്തും. ദേ, അതിനു മുൻപ് അമ്മയോടും സിനിച്ചേച്ചിയോടും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ പ്രണയമൂത്ത് രണ്ടുപേരും കൂടി കാവലിരുന്ന് നേരം വെളുപ്പിക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. ഞാൻ വന്നോളാം. മമ്മി,
മോളെവിടെ പോവാ? ആ, അല്ല അത് എനിക്ക് തറവാടൊക്കെ ഒന്ന് കാണാൻ തോന്നുന്നു. രാത്രിയിൽ ഈ തറവാട് കാണാനിട്ടാണോ ഇത്ര ഒരുങ്ങിയിറങ്ങുന്നത്? രാത്രി തറവാട് കാണുക എന്ന് പറയുമ്പോ തറവാടിന്റെ ഉടമ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ അല്ലേ ഗാഥ മാഡം? ആ, നവീനെ കാണണമെങ്കിൽ കുറച്ചു നേരം സംസാരിക്കും. നാളെ എൻഗേജ്മെന്റ് അല്ലേ, അതിനു മുൻപ് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാലോ. ഗുഡ്, അത് നല്ലതാ. പക്ഷെ അറിയാലോ ഇവിടുത്തെ അവസ്ഥ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുക. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നോ മമ്മി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കേ? ഹലോ മാഡം, അവൾ കാവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട് മാഡം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് മാഡം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവും സംഭവിക്കില്ല. അവളെ കൊണ്ട് ഇനി മാഡത്തിന് മകൾക്ക് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ. സുമിത്രേ, ആ കുട്ടിക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുക? പണം കൊടുത്താ പോരെ അമ്മേ? പണം കൊടുക്കാം, പക്ഷേ അത് ആർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? കളരിക്കൽ കുടുംബത്തിൽ നിന്നൊരു സമ്മാനം കൊടുക്കുമ്പോ അതിന് അതിന്റേതായൊരു മൂല്യം ഉണ്ടാവണമല്ലോ. അമ്മയ്ക്ക് ആ കുട്ടിയെ വല്ലാണ്ടെങ്കിലും ബോധിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയില് എന്തു കൊടുത്താലും മതിയാവില്ല അല്ലേ? സത്യമാണ്. കുടുംബത്തെ ബാധിച്ചൊരു ശാപമാണ് ഇല്ലാതായത്. അതിന് നിമിത്തമായത് ആ പെൺകുട്ടി. ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ വളയില്ലേ, അതിങ്ങെടുത്തേ. ഏത്? ഗാഥമോൾക്ക് കൊടുക്കാനെടുത്തതോ? അത് തന്നെ. ഇത് കൊടുക്കാം. ഇത് ഗാഥമോൾക്കായിട്ട് മാറ്റിവെച്ചതല്ലേ? അതെ, പക്ഷേ ഗാഥമോളോ സിത്താരയോ ഇത് കണ്ടിട്ടില്ലല്ലോ. ഇതെന്തായാലും ആ കളം വരച്ച കുട്ടിക്ക് കൊടുക്കാം. എന്താ, എതിർപ്പുണ്ടോ സുമിത്രയ്ക്ക്? ഞാൻ വന്നു കയറിയിട്ട് എത്ര കാലമായി. അമ്മ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യം എതിർക്കേണ്ടതുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ എതിർക്കുന്നേ? എന്താണെന്നറിയില്ല. വന്ന ജോലി കൃത്യമായി എടുത്ത ഒരാൾ എന്ന അടുപ്പമല്ല, അതിനപ്പുറത്തേക്ക് എന്തോ ഒരു ബന്ധം മനസ്സിൽ തോന്നുന്ന പോലെ. എല്ലാം ദൈവം തോന്നിപ്പിക്കുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നവീനെയും കൂട്ടാം. ഇത് കൊടുക്കുമ്പോ അവനും കൂടി ഉണ്ടായിക്കോട്ടെ. അവന്റെ വിവാഹം തടസ്സമില്ലാതെ നടത്താൻ അവസരം ഉണ്ടാക്കിയവർക്ക് അവനെ കൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം കൊടുപ്പിക്കുക അല്ലേ? അതെ അതെ, ഒരു ദക്ഷിണ പോലെ അവൻ തന്നെ ഇത് കൊടുക്കട്ടെ. ദൈവങ്ങളെ കൂടെ നിൽക്കൂ.